ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. നേഴ്സായി യു എയിൽ ഇരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് എന്താക്കാം മെസ്സേജ് അയക്കാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫ്രഷറാണ്, ഫ്രഷറിന് എങ്ങനെ CV പ്രിപ്പയർ ചെയ്യണം. ആക്ച്വലി ഇതിനെക്കുറിച്ച് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽസ് വൈസ് ആയിട്ട് എങ്ങനെ ഒരു CV പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് ക്രൈറ്റീരിയ, എന്തെല്ലാം മെയിൻ ആയിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി കാണണം. ഫ്രഷേഴ്സിന് പ്രത്യേകിച്ച് എന്താ പറയാ, പ്രത്യേകിച്ച് ഒന്നും ആഡ് ആക്കാനൊന്നുമില്ല. ആ സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് മെസ്സേജ് അയച്ചതുകൊണ്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഫ്രഷേഴ്സിനും ആണെങ്കിലും പോലും നിങ്ങൾ DHA ലൈസൻസ് എന്തായാലും എലിജിബിലിറ്റി എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് നിങ്ങൾ അതിനകത്ത് വെക്കണം. അപ്പൊ ഈ ഒരു സൈഡിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു CV എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എല്ലാവരും ഉണ്ടാക്കുന്ന വെച്ചാൽ ഒരു സൈഡിൽ നിങ്ങളുടെ ഫോട്ടോ വേണം, പിന്നെ നിങ്ങളുടെ എന്താ പറയുന്നത് ഫുൾ ഡീറ്റെയിൽസ്, മെയിൽ ID, ഫോൺ നമ്പർ, അതുപോലെ നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ്, പിന്നെ നിങ്ങളുടെ ഏത് ലൈസൻസാണ് ഉള്ളത്, ആ കാര്യങ്ങളും എന്താ പറയുക, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID അങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ എല്ലാം. പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ, വേറെ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു സൈഡിൽ വെക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിങ്ങളുടെ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് വെക്കുക, നിങ്ങളുടെ കറന്റ് എക്സ്പീരിയൻസ് എവിടെയാണെന്നുള്ളത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലോ, നിങ്ങൾക്ക് എന്തെല്ലാം ഇതിലേക്ക് നിങ്ങൾക്ക് അറിയാം, കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ വെച്ചിട്ട് ഒരു എന്താക്കാം CV ഉണ്ടാക്കാം. ഇത്രയാണ് അതിന്റെ ഉള്ളിലേക്ക് വേണ്ട ഒരു ഫാക്ടർ. പിന്നെ നിങ്ങളൊരു നല്ല ടൈപ്പിംഗ് സെന്ററോ അല്ലെങ്കിൽ ഒരു CV ഉണ്ടാക്കുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ അടുത്ത് കൊടുത്തിട്ട് നല്ല പക്കായിട്ടുള്ള ഒരു CV എന്ത് ചെയ്യാം അവരുണ്ടാക്കി തരണം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, പിന്നെ നിങ്ങളുടെ എന്ത് ചെയ്യുക ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, പാസ്പോർട്ട് നമ്പർ, ലൈസൻസ്, ഇതാണ് മസ്റ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ എന്തൊക്കെ അറിയാന്നുള്ള കാര്യങ്ങളും വെക്കണം. പിന്നെ നിങ്ങളുടെ എന്താ പറയാ യൂണിവേഴ്സിറ്റി എവിടെ പഠിച്ച എന്തൊക്കെയാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽസ് അത്രയും വെച്ചാൽ മതി. പിന്നെ അത്ര മതി. വേറെ ഡീറ്റെയിൽസ് വൈസ് കുറെ വാരിക്കോരി ഉള്ളതൊന്നും ഫ്രഷേഴ്സിന്റെ CV വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോ എന്താ പറയാ, നല്ലൊരാളുടെ അടുത്ത് കൊടുത്തിട്ട് നല്ലൊരു CV ഉണ്ടാക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ CV നോക്കിയിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. CV ഒരു മെയിൻ 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 ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. ഒരു ആളുടെ CV കണ്ടിട്ടാണ് അയാളെ സെലക്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു CV ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം തന്നെ എന്ത് ചെയ്യാം, ജോബ് ഓഫറുകൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഒരു ആ ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് മോർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായും കമന്റ് അയക്കണം. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.